രക്ഷിക്കുകയും പരിപാലിക്കുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന നല്ലവനായ ദൈവത്തിന് നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, ശ്രീകാപുരനാളിന് ശേഷമുള്ള 6ാം ഞായറാഴ്ചത്തെ ആരാധന നാളെ 8 മണിക്കൂടി ആരംഭിക്കും. അത് ആത്മാവിലും സത്യത്തിലും അനുഗ്രഹകരമാക്കുവാൻ, അഭിഷേകം ജ്വലിപ്പിക്കുവാൻ, ആത്മഫലങ്ങൾ വിളയിക്കുന്നവരായി തീരുവാൻ കുരിശിൻ്റെ വാക്ക് എങ്ങനെ ഉപകരിക്കുമെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ ആരാധന വിജയകരമാക്കാനുള്ള ഒരുക്ക ധ്യാനത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഈ ശനിയാഴ്ചത്തെ നമ്മുടെ ആരാധന നാളത്തെ ആരാധനയുടെ ഒരുക്കമാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവത്തിനും ആരാധനയ്ക്കും തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പാപങ്ങളോട് യാത്ര പറഞ്ഞ് പാപമോചന പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. സ്വയപരിശോധനയ്ക്ക് സഹായകരമായ ചില വേദഭാഗങ്ങളാണ് വായിച്ചു കേൾപ്പിച്ചത്. ആ തിരുവചനങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് കുറ്റബോധം വന്നിട്ടുണ്ടോ? നമുക്ക് കാലം തികഞ്ഞിട്ട് വേല തികച്ചിട്ട് നിവൃത്തിയായെന്ന് പറഞ്ഞ് മരിക്കാൻ സാധിക്കണം. ഏത് പ്രായത്തിൽ മരിച്ചാലും വേല തികച്ചിട്ട് വേണം മരിക്കാൻ. വേദപുസ്തകത്തിൽ അകാല മൃത്യുവിനിരയായ പലരുടെ കഥകൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് നമ്മൾ കാലത്തെങ്കിലേ മരിക്കാവൂ, വേല തികച്ചിട്ടേ പോകാവൂ എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. അകാല മൃത്യുവിനിരയായി ജീവിതം തകർന്നു പോയ രാജാവിന്റെ കഥ 1 ദിനവൃത്താന്തം 10ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. അത് നമ്മുടെ സ്വയപരിശോധനയ്ക്ക് വേണ്ടിയാണ്. 1 ദിനവൃത്താന്തം 10ാം അധ്യായത്തിന് 14 വാക്യങ്ങളേ ഉള്ളൂ. ആ ചെറിയ അധ്യായത്തിൽ ഒത്തിരി വലിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരുടെ കാര്യമായിരുന്നു അത്? ശൗൽ ഗിൽബോവ പർവ്വതത്തിൽ കൊല്ലപ്പെടുന്ന രംഗമാണ്. ശൗല് കൊണ്ടോ പ്രവാചകഗണത്തിൽ നിന്നോ പഴഞ്ചൊല്ലു വരത്തെ കണ്ട് പ്രവാചകനായി രാജാവായി വീണ് കിട്ടിയ ഭാഗ്യം പോലെ കാണാതെ പോയ കഴുത തപ്പി നടന്നപ്പോൾ വന്ന് വീണ ഒരു ഭാഗ്യമായി ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടിയതാണ് രാജത്വം. പക്ഷേ ആ കിട്ടിയതായ ഭാഗ്യം തനിക്ക് നിലനിർത്താനത്തില്ല. താൻ ദൈവത്തെ ദുഃഖിപ്പിച്ചു, താൻ അഭിഷേകം ചെയ്യാൻ ദൈവം ഉപയോഗിച്ച ശൗലിനെ ദുഃഖിപ്പിച്ചു. ഇതെല്ലാം നമ്മളിന്ന് കേട്ടതാണ്. എന്നിട്ട് ആ ശൗലിന്റെ കുടുംബം തകർന്നു പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഇത് നമുക്ക് വരരുത്. വേദോത്സവത്തിലെ എല്ലാ ദുരന്തങ്ങളും നമുക്ക് വരാതിരിക്കാനും വേദോത്സവത്തിലെ എല്ലാ നല്ല വിജയകരമായ ജീവിത ശൈലികളും നമുക്ക് അനുകരിക്കുവാനുമാണ്. 1 ദിനവൃത്താന്തം 10ാം അധ്യായത്തിൽ ശൗൽ ആത്മഹത്യ ചെയ്യുന്ന രംഗം. ഈ ആരാധനയ്ക്ക് വരുന്നവര് ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ആരും ആത്മഹത്യ ചെയ്യാനിടയാകരുത്. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ വിട്ട് വേറെ ആളെ കൊണ്ട് കൊല്ലിക്കേണ്ടി വന്ന ഗതികേടും കൂടെ വന്നു. ഈ ഗതികേട് നമുക്ക് വരരുത്. A ഗ്രേഡിൽ നിന്നും B ഗ്രേഡിലോട്ടോ B ഗ്രേഡിൽ നിന്നും C ഗ്രേഡിലോട്ടൊക്കെ മാറിയാൽ സൂക്ഷിച്ചോണം. ആത്മഹത്യയുടെ പത്തിലേക്ക് നമ്മൾ വഴുതി വീഴുകയാണ്. C ഗ്രേഡാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടണം, കരയണം, നിലവിളിക്കണം, അലറിക്കരയണം. ദൈവമേ, ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യാനിടയാകുമോ? അതിനിടയാകല്ലേ. ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെട്ടെന്ന യോശുവയെ പോലെ വാഗ്ദത്ത ദേശത്ത് കയറുന്ന ഒരാളാകണം എന്നുള്ളൊരു നിർബന്ധം വേണം. C ഗ്രേഡാണെന്ന് പറഞ്ഞാൽ അനക്കമില്ല ഇരിക്കുന്ന പണിക്കോട്ടില്ല. C ആണെന്ന് പറഞ്ഞിട്ട് അനങ്ങ C ആണ് C സത്തേക്കാന്ന് പറഞ്ഞിരിക്കുക. ദൈവനാമം ദുഷിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരിക. നമ്മൾ നിത്യകുർബാനയുടെ 15ാം ദിവസത്തിലെത്തിയിരിക്കുന്നു. 14 കുർബാനകൾ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ അശുദ്ധമായ 2 മണ്ഡലങ്ങൾ ശുദ്ധീകരിക്കപ്പെടാനാണ് 14 ദിവസം കുർബാനയില്ലത്. 14 ദിവസം കുർബാനയെ സംബന്ധിച്ചവർക്ക് അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുക. ഈ 15ാമത്തെ നിത്യകുർബാനയുടെ ദിവസം 3ാം മണ്ഡലത്തിലേക്ക് ശുദ്ധീകരണം കയറാൻ പോവാം. അത് 7 മണ്ഡലങ്ങളാകുമ്പോൾ 49 കുർബാന നടന്നിരിക്കും. 49 കുർബാനയിൽ 7 മണ്ഡലങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ 50ാം ദിവസത്തിലെ 50ാം പെരുന്നാൾ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ 50ാം ദിവസത്തെ പെന്തക്കോസ്തായുടെ അനുഭവം നമുക്ക് സ്വന്തമായിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെതായ മുദ്ര പുതുക്കുന്ന ദിവസമായിരിക്കും. ഈ ലാഘവത്തോടെ നമ്മൾ നിത്യകുർബാനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ വായിക്കുന്ന വേദഭാഗങ്ങൾ മുന്നറിയിപ്പുകളാണ്. ദുരന്തങ്ങൾ ഒഴിവാക്കി നിത്യജീവനുള്ളവരായി നിത്യജീവന്റെ അവകാശികളായി പാലും തേനോടും ദേശത്ത് എത്താൻ വേണ്ടി പർദീസായിൽ എത്താനാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. 1 ദിനവൃത്താന്തം 10ാം അധ്യായത്തിൽ 4ാം വാക്യത്തിൽ അപ്പോൾ ശൗൽ തന്റെ ആയുധവാഹകനോട്
ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ അപമാനിക്കാതിരിക്കേണ്ടതിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. അവൻ ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാള് പിടിച്ച് അതിന്മേൽ വീണു. പരാജയബോധത്തിൽ, നിരാശയിൽ വേറെ ആളോട് തന്നെ കൊല്ലാൻ പറഞ്ഞു. അവന് മനസ്സിലാകുമ്പോൾ തന്നെ ചാകേണ്ടി വരിക, എന്നിട്ടും ചാകുന്നില്ല. ശൗൽ മരിച്ചുവെന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണു മരിച്ചു. അപ്പോൾ ശൗൽ വാളിന്മേൽ വീഴുന്ന കണ്ടപ്പോൾ ചത്തുവെന്ന് അയാളുടെ വിചാരം, അയാളെന്ന് ചത്തു. ഇങ്ങനെ ശൗലും 3 മക്കളും അവന്റെ ഭവനമൊക്കെയും ഒരുമിച്ച് മരിച്ചു. ഈ ദുരന്തം നമ്മുടെ വീട്ടിൽ വരണോ? വേണോ? വേണ്ട. എൻ്റെ വീട്ടിൽ ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ല. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും കൂടെ എൻ്റെ കുടുംബം തകരാൻ പാടില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കേട്ട വചനപ്രകാരം ഞെട്ടണം, വിറയ്ക്കണം, കരുണ ചോദിക്കണം. 1 ദിനവൃത്താന്തം 10-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായാലും വെളിച്ചപ്പാടത്തിയോട് എള്ളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. സ്വർഗകോടതിയുടെ വിധിന്യായം 1 ദിനവൃത്താന്തം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെല്ലാം ഒരു വിധിന്യായമുണ്ട്. സ്വർഗകോടതിയിൽ വിധി വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മുടെ ഒരു കേസ് പോകുന്നുണ്ട്. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ പറയുന്ന എല്ലാ ദിവസവും നമുക്കെതിരായി സ്വർഗകോടതി തുറക്കുന്നുണ്ട്, നമ്മുടെ പേരിൽ കേസുകൾ പോകുന്നുണ്ട് എന്നുള്ള എത്ര പേർക്ക് ബോധമുണ്ട്? രാത്രി പ്രാർത്ഥന അതിനുവേണ്ടിയാണ്, ശയന പ്രാർത്ഥന അതിനുവേണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി എൻ്റെ വാക്ക്, പ്രവൃത്തി, ചിന്ത, കൃത്യങ്ങൾ, കൃത്യവിലോപങ്ങൾ ഇവയുടെ പേരിൽ പിശാച് എത്ര കേസ് ഇന്ന് എൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. ആ കേസ് വാദിക്കാനായിട്ട് പിശാച് കോടതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി വാദിക്കണമെങ്കിൽ നമ്മളെ എത്രയും വേഗം ഞാൻ ഭാവിയാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ വിവരം അറിയിച്ചിരിക്കണം. പിശാച് കേസും കൊണ്ട് വരുന്നതിന് മുമ്പേ ഞാൻ തന്നെ ഹാജരായിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ യാമപ്രാർത്ഥനകൾ, നമുക്കുണ്ടായിരിക്കുന്ന പാപങ്ങളും അശുദ്ധികളും ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ പുറകിൽ പോയി നിന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി വാദിച്ചോളൂ. അത് നമുക്ക് ജാമ്യം തരും. ആ ജാമ്യത്തിൽ നമുക്ക് തലയായുസങ്ങളിൽ വളരാൻ സാധിക്കുന്നത് ഇവിടെ ഇതാ 1 ദിനവൃത്താന്തം 10-ന്റെ 13 വിധിന്യായം കോടതി വിസ്തരിച്ചിട്ട് പറയുകയാണ്. ഇങ്ങനെ എങ്ങനെ ഇന്ന് വായിച്ച കേട്ട വേദഭാഗത്തിനകത്തെല്ലാം വിവരിച്ചിട്ടുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തിലും ഈ ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ അതിന്റെ വിശദീകരണങ്ങളാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ എങ്ങനെയെന്നുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും. ശൗൽ ചെയ്ത അതിക്രമം എന്താണ്? അതെ, എത്ര അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്? എന്ത് ആ പേപ്പർ എന്ത്? 1 ഇന്ന് വായിച്ച വേദഭാഗത്തിൽ ഈ അതിക്രമം എന്നാണെന്നുള്ളവരെ അറിഞ്ഞാലേ നമുക്ക് അത് ഏറ്റു പറയാൻ തോന്നുള്ളൂ. ആ അതിക്രമത്തിനകത്ത് പല കാര്യങ്ങളുണ്ട്. 1 ശമൂവേൽ 13-ന്റെ 13 പറഞ്ഞിരിക്കുന്ന അതിക്രമം, രാജാവാക്കിയതിന് ശേഷം ദൈവത്തിന്റെ പ്രതിനിധിയായ ശമൂവേൽ പറഞ്ഞു, നമുക്കൊരു ആരാധന നടത്തണം, ഒരു യാഗം കഴിക്കാനുണ്ട്. ഞാനിവിടെ വന്നിട്ടേ ചെയ്യാവൂ, നമ്മളൊന്നിച്ചാ ചെയ്യേണ്ടത്. യാഗം കഴിക്കാൻ നോക്കി എന്നിട്ട് ശമൂവേലിനെ കാണുന്നില്ല. ദൈവാത്മാവ് പറഞ്ഞു, ശാലം നിൽക്കട്ടെ, അവൻ എന്നാ കാണിക്കുന്നു നോക്കാം. എന്താ, ഞാൻ വന്നിട്ട് നമുക്ക് ഒന്നിച്ചാണ് ആരാധന നടത്തേണ്ടത്, അതുവരെ നീ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ആരാധനയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും കൂട്ടിവെച്ചു. ആരെ കാണുന്നില്ല? ശമൂവേലിനെ കാണുന്നില്ല. ശമൂവേലിനോട് ദൈവാത്മാവ് ഇപ്പൊ വരട്ടെ, ശകലം കഴിഞ്ഞിട്ട് പോയാൽ മതി, അവൻ എന്നാ കാണിക്കുന്നത് കാണട്ടെ. അങ്ങനെയുള്ള പരീക്ഷകൾ നമുക്ക് വരും. ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ അതിന്റെ പേര് അതിക്രമം. ഭർത്താവിനോട് ചോദിക്കേണ്ട കാര്യം ഭർത്താവിനോട് ചോദിക്കാതെ ഭാര്യ ചെയ്യുന്നതിന്റെ പേര് അതിക്രമം. അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യം ഒരു അയ്മേന് തന്നെ അങ്ങ് ചെയ്താൽ അതിന്റെ പേര് അതിക്രമം. തിരുമേനിയോട് ചോദിക്കേണ്ട കാര്യം തിരുമേനി ചോദിക്കാതെ ഒരു അച്ഛൻ ചെയ്താൽ അതിന്റെ പേര്, ഭാവാതിന് വേണ്ടി അനുവാദമില്ലാതെ തിരുമേനിമാരെന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അതിന്റെയും പേര്. ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ വരുത്താൻ പിശാച് മഹാമിടുക്കനാ. പല ന്യായങ്ങൾ പറയും. അങ്ങനെ കാണുന്നില്ല, എവിടെ പോയി, എന്നാ പിന്നെ പ്രാർത്ഥിച്ചേക്കാം. അച്ഛൻ വരുന്നില്ല, കുർബാനയില്ലേക്കാന്ന് കപ്പയാർ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. കപ്പയാർക്ക് കുർബാനയില്ലാന്ന് അറിയാം, കൊത്തി ചൊല്ലി പരിചയമുള്ള ആളാ. എങ്ങനെ ഇരിക്കും ആ കുർബാന? അതിന്റെ പേര് അതിക്രമമെന്നായിരിക്കും. ചൊല്ലുന്ന കുർബാനയാ, പറയുന്നതും കുർബാനയാ, പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്, പക്ഷെ അത് അതിക്രമം എന്നാണ് അതിന്റെ പേര്.
എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലധികാരികളുടെ അംഗീകാരമില്ലാതെ, അവരോട് ചോദിക്കാതെ, അവരെ കവച്ചു വെച്ച് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുക, അതിന്റെ പേര് അങ്ങനെ ശൗലിന് അതിക്രമം ഉണ്ടായി. ആ കാര്യമാണ് 1 ശമൂവേൽ 13:13 എഴുതിയത്. അതൊന്ന് വായിക്കാവോ? 1 ശമൂവേൽ 13:13 ശമൂവേൽ തിരികെ വന്നു. കൃത്യസമയത്ത് ശമൂവേൽ വന്നില്ലെന്നും പറഞ്ഞ് ശമൂവേലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വമാണ്, നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച കൽപ്പന നീ അനുസരിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം നിന്റെ രാജ്യത്ത് എന്നേക്കുമായി ആക്കുമായിരുന്നു. പക്ഷെ നീ അത് കളഞ്ഞു വിളിച്ചു എന്നാ പറഞ്ഞത്. ദൈവം നമുക്ക് സ്ഥിരമായി പലതും നിത്യജീവൻ തരാമെന്നാ പറഞ്ഞത്. യേശുവിന്റെ മണവാട്ടിയാക്കാവുന്ന ഒത്തിരി വാക്തത്വങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് കളഞ്ഞു വിളിക്കുക. നമ്മുടെ അതിക്രമങ്ങൾ ഹേതുവായി ദൈവം തരാമെന്ന് പറഞ്ഞത് പലതും തട്ടിപ്പോയി വേറെ ഒരാൾക്ക് അത് ദൈവം കൊടുത്തൊന്നുമായി പിന്നെ പറയുന്നത്. അപ്പൊ 1 ശമൂവേൽ 13:13 ശൗൽ അതിക്രമം കാണിച്ചതുകൊണ്ട്, അതിക്രമം കാണിക്കുമെന്ന് അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ താമസിപ്പിക്കുന്നത് നമ്മൾ അതിക്രമം കാണിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ്. കല്യാണം താമസിപ്പിക്കുന്നത്, വീട് പണി താമസിക്കുന്നത്, ജോലി താമസിക്കുന്നത്, മക്കളെ താമസിപ്പിക്കുന്നതൊക്കെ അതിക്രമം കാണിക്കുമെന്ന് അബ്രഹാമിന് അബദ്ധം പറ്റി. കാരണം പിള്ളേരെ കിട്ടാൻ താമസിക്കുന്നു. അപ്പൊ സാറായിക്ക് ഒരു ബുദ്ധി തോന്നി, വേലക്കാരത്തെ കെട്ടിക്കോ, ഇനിയിപ്പോ എന്നിൽ നിന്ന് കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, ഒരു കൊച്ചുകാല് കണ്ടാൽ മതി, ഇരിക്കട്ടെ, വേലക്കാരത്തെ കെട്ടിക്കോളാൻ പറഞ്ഞു. അത് ദൈവത്തോട് ചോദിച്ചാണോ? അതൊരു അതിക്രമമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആരുണ്ടായി? ഇശ്മായേലുണ്ടായി. അവൻ തക്കടാമുട്ടൻ, മിടുമിടുക്കൻ. അവൻ വീടിനെ തകർത്തു, അനുഗ്രഹമെല്ലാം പോയി. അവരെ രണ്ടുപേരും ഇറക്കി വിടേണ്ടി ഗതികേട് വന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ അതിക്രമങ്ങൾ ഫലമായി എന്തെല്ലാം നമ്മുടെ കുടുംബം കിടന്ന് കളിക്കുന്നു. അതിന് പരിഹാരം വരുത്താണ് ഈ കുർബാനകൾ. അത് ഏറ്റു പറഞ്ഞ് കരഞ്ഞേച്ച് കുർബാനയ്ക്ക് കൂടാമെങ്കിൽ ഓരോ അതിക്രമങ്ങളുടെ ശാപം, ദുരന്തങ്ങൾ വരുന്നതിന് നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ രാജാവിനെ ഈ കിട്ടിയതായ സന്ദേശങ്ങൾ അനുസരിച്ച് അനുദപിക്കുവാനോ തിരുത്താനോ സാധിച്ചില്ല. അവൻ ഒന്നിനു പുറകെ ഒന്നായി ഓരോ അതിക്രമങ്ങൾ ചെയ്തത് അങ്ങ് പോയി. അവിടെ ശൗലിന്റെ പേരിലുണ്ടായിരുന്ന കേസിന്റെ വിധിന്യായങ്ങൾ ഒന്ന് അതിക്രമമായിരുന്നു. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഞാനും എൻ്റെ കുടുംബം എന്തുമാത്രം അതിക്രമം കാണിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ സന്ദേശത്തിന് ബാക്കിയായതല്ല, ഇതൊരു തുടർക്കഥ പോലെ പോവുക. അങ്ങനെ ഓരോന്നും നിങ്ങൾ കിട്ടുന്ന ബോധ്യം അനുസരിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ ആ കേസ് കർത്താവിന്ന് വാദിച്ച് നമുക്ക് മോചനം തരും എന്നാ പറഞ്ഞത്. അപ്പോൾ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായി യഹോവയുടെ വചനം പ്രമാണിക്കാകിയാൽ, യഹോവയുടെ വചനം പ്രമാണിക്കാതെ എന്ന് എങ്ങനെയാണെന്ന് 1 ശമൂവേൽ 15:23 മുതൽ 28:7 വരെയുണ്ട്. നിങ്ങൾ വേണേൽ എഴുതിയെടുത്തോ. 1 ശമൂവേൽ 15:23 മുതൽ 28 അധ്യായത്തിന്റെ 7-ാം വാക്യം വരെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ചരിത്രമാണ്. അമാലേക്കിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു വിട്ടു. എല്ലാത്തിനെയും സംഹരിച്ചേക്കണം. പേ പിടിച്ചവരാണ്, ഒരു തരി വെച്ചാൽ മതി, പിന്നെയും തിരിച്ച് കടിക്കും. അതിനെ തട്ടിയേക്കാൻ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാകാതെ ആഗാഗ് രാജാവിനെ ജീവനോടെ പിടിച്ചുകൊണ്ട് നല്ല ആടുമാടുകളെ ജീവനോടെ കൊണ്ടുവന്ന് ദൈവത്തിന് ബലികഴിക്കാനാണെന്ന്. ഇതൊന്നും ദൈവം പറഞ്ഞതല്ല, തൻ്റെ സ്വന്തം അഭിപ്രായങ്ങളായതില്ല. അപ്പൊ നമ്മുടെ ഭക്തിപ്രകടനങ്ങളിൽ സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തം പരിപാടികളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം എന്തായി മാറി? അതിക്രമവും യഹോവയുടെ വചനം പ്രമാണിക്കായി അത് മത്സരമായി മാറിയെന്നതാണ്. മത്സരത്തിന്റെ ആഭിചാര ദോഷമെന്ന് അതിന്റെ പേര്. കാരണം വേറെ ആരാ നമുക്ക് ക്ഷുദ്രം ചെയ്ത് മന്ത്രം ചെയ്ത് കൈവശം തന്നെന്ന് പറഞ്ഞ് തപ്പി നടക്കാൻ? നമ്മൾ തന്നെയായി ആദ്യം ചെയ്യുന്നത്. നമുക്കെതിരായി ചെയ്ത ക്ഷുദ്രം ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവർ ചെയ്താലത് കേൾക്കുന്നത്. കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. സദൃശവാക്യം 26:2. അതുകൊണ്ട് ഇനി ആരെയും തപ്പി നടക്കേണ്ട, നമ്മളെയാ തപ്പേണ്ടത്. ഞാൻ ഇവിടെയെല്ലാം മത്സരിയായി ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞു. അതിനകത്ത് പറയുന്നൊരു ദൈവത്തിന്റെ വചനം നീ തള്ളിയതുകൊണ്ട് നിന്നെ ദൈവവും തള്ളിയിരിക്കുന്നു. അതെവിടെയാന്ന് വായിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു വാക്ക് അതിനകത്തുണ്ട്. നീ ദൈവത്തിന്റെ വചനം തള്ളിയതുകൊണ്ട് ദൈവത്തെയാ തള്ളിയത്. അവിടെ നിന്നെ ദൈവം അങ്ങനത്തെ വിധി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ കൊടുത്തൊന്ന് മാറ്റി എഴുതിക്കണം. കർത്താവെ, ഞാൻ നിന്റെ വചനം തള്ളി നിന്നെ തള്ളിയിട്ടുണ്ടെങ്കിൽ നീ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വീടിനെയും എൻ്റെ സഭയും സമൂഹത്തെയും തള്ളാൻ വല്ലതും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കാലേ പിടിക്കേണ്ട ദിവസമാണ്. അതിനാ ഇപ്പോൾ കുദാശി. ഇപ്പോൾ അതിൻ്റെ ബാക്കി വേദഭാഗങ്ങൾ ഇന്നിനി ബാക്കി നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഇപ്പോൾ അനുദപിച്ച് ഏറ്റു പറയാനുള്ള കാര്യമായി നമുക്ക് 2 കൊരിന്ത്യർ 10:1-17 വരെ കേൾക്കാം. സങ്കല്പങ്ങൾ വിചാരങ്ങൾ ഉയർത്തുന്ന ഇടിച്ചു തകർത്ത് ഏത് വിചാരത്തെയും ക്രിസ്തുമനസ്സിനെ പിടിച്ചടക്കിയില്ലെങ്കിൽ നമ്മൾ മത്സരിയും അതിക്രമക്കാരും ഒക്കെ ആയിട്ട് മാറും.
ഇങ്ങനെ വലിയ പോരാട്ടം നമ്മുടെ ഹൃദയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ വിജയിച്ചാൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ നിത്യ ജീവിത പങ്കാളിയായി മണവാട്ടിയായി ശോഭിക്കാനൊക്കെ ഉള്ളൂ. അതിനാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഈ വചനം കേട്ടപ്പോൾ കുറ്റബോധം ഉണ്ടെങ്കിൽ കരഞ്ഞ് വിലപിച്ചുകൊണ്ട് ഞങ്ങളോട് കരുണയുണ്ടാകണം. കൈയോടല്ലേ, നീ ഇത്രയും നാളെ എൻ്റെ കുടുംബം തകരേണ്ടതായിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു, ഞാൻ വീഴേണ്ടതായിരുന്നു, നീ കരുണ ചെയ്തുകൊണ്ട് ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നു, ദയവ് ചെയ്ത് എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പോട്ട് വരാം. അവർക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന, ഇപ്പോൾ പാവത്തിൽ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. 6 അധ്യായത്തിന്റെ 51 എന്നുള്ളതായ ഭാഗങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ആകയാൽ യഹൂദന്മാർ, നമുക്ക് നിന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. അപ്പൊ ഉള്ളിലെ ജീവൻ ഈ വിശുദ്ധ കുർബാനയിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ടോ? ഈ കുർബാനയെ കുറിച്ച് നമുക്ക് ആഴമായ വെളിപ്പാട് ലഭിച്ചിട്ടുണ്ടോ? ഈ കുർബാന തക്സായും കുർബാന ക്രമം ചൊല്ലി തീർക്കുന്നതുകൊണ്ട് കുർബാനയാകണമെന്നില്ല. ദൈവാത്മാവ് ഇടപെട്ട് ആത്മാവിൽ നമ്മൾ ജ്വലിച്ച് ആരാധിച്ചെങ്കിൽ മാത്രമേ ഈ അപ്പവീഞ്ഞുകൾ തിരിശരി രക്തങ്ങളായി നമുക്ക് ഈ ഉള്ളിൽ ജീവൻ തരുള്ളൂന്നാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കും, കർത്താവേ ഞങ്ങൾക്ക് ആ ഉള്ളിലെ ജീവൻ വേണം. ആ ഉള്ളിലെ ജീവൻ മുടക്കി ധാരാളം ഞങ്ങളെ ഇടർച്ചയുള്ളവരാക്കിയിട്ടുണ്ട്. അപ്പൊ യേശുവിന്റെ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രസംഗം പലർക്കും ഇടർച്ച വരുത്തി എന്നാണ് പറയുന്നത്. നമ്മളും ആ ഇടറിയവരുടെ കൂട്ടത്തിലാണോ? കുർബാന എന്താണെന്നും എന്തിനാണെന്ന് മനസ്സിലാകാതെ ചുമ്മാ കണ്ടേച്ചു പോവുകയാണോ? എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അവൻ കപ്പർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച ഇത് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് കേട്ട് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾ ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരിക്കുന്നിടത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചതായ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തോ നിങ്ങളിടയിലുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കാത്തോ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. നമ്മളെ ഇന്ന് എങ്ങനെയാണ് കർത്താവ് അറിയുന്നത്? അവിശ്വാസിയുടെ കൂട്ടത്തിലാണോ? വിശ്വാസിയുടെ കൂട്ടത്തിലാണോ? ഇടർന്നവരുടെ കൂട്ടത്തിലാണോ? ഇടർച്ച വരുത്തുന്നവരുടെ കൂട്ടത്തിലാണോ? ഇതിലേതെങ്കിലും സംഭവിക്കാം. കർത്താവേ, ഞാൻ കുർബാനയ്ക്ക് വന്നിരിക്കുന്ന ആകെ ഇടർച്ചയാകരുത്, എന്റെ സാന്നിധ്യം ഇടർച്ചയാകരുത്. ഈ കുർബാനയെ കുറിച്ചുള്ള നിത്യമായ വെളിപ്പാടിൽ നിത്യജീവന്റെ അവകാശിയാകുവാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. ഈ കുർബാന സമാധാനവും ബലിയും സ്തോത്രം പറഞ്ഞുകൊണ്ട് വേണ്ടത് കേൾക്കാൻ. കർത്താവ്, ഈ കർത്താവിനെ ഈ വചനമായ കർത്താവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നൊന്ന് പറഞ്ഞാട്ട് സ്തോത്രം. കർത്താവേ സ്തോത്രം, ഈ സ്തോത്രം എന്നെ നിന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഹേതുവായിട്ടത്ര ഞാൻ നിങ്ങളോട് പിതാവ് കുർബ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോട് പോയില്ല, സഞ്ചരിച്ചില്ല. നമ്മൾ ഏത് കൂട്ടത്തിലായിരിക്കും? അവനോട് യാത്ര പറഞ്ഞ് നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ? നീ തന്നെ ജീവന്റെ അപ്പമാണ്, നിന്നെ തന്നെ എനിക്ക് വേണം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ? അത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ കുർബാന. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടാകും. നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഈ സൗമൻ കാലോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇപ്പോൾ 5 കൂട്ടം കാര്യങ്ങൾ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ബോധവിചാരം ഉണ്ടല്ലോ സ്വർഗത്തിലെത്തിയിട്ട് ഈ കുർബാനയും ഈ വചനശുശ്രൂഷയും നമുക്ക് ജീവനായി തീരുള്ളൂ, അല്ലെ നാശത്തിനായിട്ട് തീരും. അത് ഇടയാകാതിരിക്കാൻ സ്തുതി, സ്തോത്രം, പ്രഭ, പുകഴ്ച, മാഞ്ഞു പോകാത്ത നല്ലവൻ, ഈ 5 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ബോധവിചാരം എന്നുള്ളത് സ്വർഗത്തിൽ എത്തിച്ചെങ്കിലേ അനുഗ്രഹം ഇങ്ങോട്ട് വരും. ജീവിപ്പിക്കുന്ന ആത്മാവാണ്, ശരീരം ഒന്നിനും. അപ്പൊ ആത്മാവില്ലാത്ത ശരീരം പ്രയോജനമില്ലാത്ത, നമ്മളെ കർത്താവിന് ശരീരവും രക്തവും കണ്ടതുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ ആത്മാവും കൂടെ ഇല്ലെങ്കിൽ
അത് നമുക്ക് വ്യർത്ഥമായത് യുദാസ്ക്രിയാത്തെ അനുഭവിച്ച പോലെ ആയിപ്പോവും. ആ ഗതികേട് വരാതിരിക്കാൻ നമുക്ക് നല്ലവണ്ണം ഒന്നുകൂടെ നിന്ന് പ്രാർത്ഥിക്കാം. സമൻകാലോ